റസൂലുള്ള പറഞ്ഞു, ഖദീജ 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്റെ പൊന്നാര മകളായ ഫാത്തിമയെ പൊന്നുപോലെ നോക്കണം നബിയേ, എന്റെ ഫാത്തിമായ പൊന്നുപോലെ നോക്കണം നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബിക്ക് ചെറിയ പ്രായമാണ്, ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാണ്, ഒരു പെൺകുട്ടിയുടെ കൂടെ ഉമ്മയുണ്ടാകേണ്ട പ്രായമാണ് ഫാത്തിമ ബീബിക്ക്. ഏകദേശം 15 വയസ്സോ 16 വയസ്സോ പ്രായമുള്ള സമയമാ. അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മകളെ വേദനിപ്പിക്കരുത്, എന്റെ മകളെ ഒരിക്കലും തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമാനെ ഏൽപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് പോകാൻ സമയമായി നബിയേ, എനിക്ക് പോകാൻ സമയമായി നബിയേ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് യാത്ര പറയുകയാ, നബിതങ്ങളോട് യാത്ര പറയുകയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, ഖദീജ, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ? ഫാത്തിമ കാണുകയാണ്. എന്റെ പെൺമമാരോട് പറയുന്നത്, ആ ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളെ കാണുന്ന രംഗമെന്തെന്നറിയുമോ? ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രംഗമാണ്. വാപ്പയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഉമ്മ പറയുകയാ, ഞാൻ പോകുകയാ, എന്റെ മരണമെടുത്തു നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. പടച്ചവനെ, എന്റെ നാവിൽ നിന്ന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഉമ്മ വാപ്പയോട് പറയുകയാ, 25 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തം തരണേ എന്ന് നബിതങ്ങളോട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വാബുത്തി പിടിക്കുകയാ. ആയിഷ ബീവിയുടെ ഖദീജ ബീവിയുടെ